ഹായ് ഹലോ നമസ്കാരം. ഇന്നിവൾ എരിയാപുരിയിൽ നിന്ന് വെയിലെടുത്ത് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മായിയമ്മയുടെ ആങ്ങളുടെ മോൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ജിജിമോൻ ചേട്ടൻ. അപ്പോൾ ചേട്ടായിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞപ്പം എങ്കിൽ ഞാനിന്ന് ഫ്രീയാണ്, നീ എങ്കിൽ കൂടെ പോര് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ. ചേട്ടയുടെ വീട് വരുന്നത് നമ്മുടെ മൂറ്റൊഴിക്കുന്ന റോഡ് ആറൂരാണേ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു MC റോഡ് സൈഡിലായിട്ട് നമ്മളൊരു കടയ്ക്കറി സോഡാലാമൊക്കെ കുടിച്ചു. ആ നിൽക്കുന്നവൻ പറയുകയാണ്, ചേച്ചി മറ്റേ TV പ്രോഗ്രാമിലൊക്കെ ഉള്ള ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് വേണ്ടി. ചേട്ടായി അറിയുന്ന കേട്ടോ ആ പുള്ളി, ആ ചെക്കൻ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം വേറെ ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ്, ഈ ചേച്ചി മറ്റേ ചേച്ചിയാണ്, ഞാൻ ഇപ്പം വൈറലാവും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു സോഡാലയമൊക്കെ കുടിച്ചു. ഇതെന്നാ സ്റ്റാച്ചുവോ? അങ്ങനെ സോഡാലയമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിച്ചു തരാവേ. ഞങ്ങൾ പോകുന്നതാണ് സെൻറ്റ് ജോസഫ് ചർച്ച് മീൻകുന്നം. ഇതെവിടെയാണെന്ന് വെച്ചാൽ ഇതിന് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. ഇതിപ്പോൾ ചൂട് സമയമുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ. മഴക്കാലത്ത് ഭയങ്കര വെള്ളച്ചാട്ടമായിട്ട് ഒരുപാട് വെള്ളമൊക്കെ പോകും. ഇത് മാറാടി ഗ്രാമപഞ്ചായത്താണ്. ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് കൂത്താട്ടോളം കോട്ടയം പോകുന്ന റൂട്ടില്ലേ, ആ റൂട്ടിൽ മൂവാറ്റുപുഴ എന്നൊരു 5-6 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു അടിപൊളി പള്ളിയാട്ടോ. അപ്പം ഞാൻ മുമ്പ് ഇവിടെ നൈറ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പം പകൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് കോതമംഗലം സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ ഭാഗ്യമാട്ടോ ഈ പള്ളി. ഈ പള്ളി ഇതുവഴി ആര് പോയാലും വെറുതെ എങ്കിലും വണ്ടി നിർത്തി അവിടെ നിന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് കയറാനൊക്കെ തോന്നും. അത്രയും ആളുകളെ ആകർഷിക്കുന്ന നല്ലൊരു ഇതാണ്. ഇതൊരു ഒരുപാട് തീർത്ഥാടക കേന്ദ്രത്തിലൊക്കെ പോകുന്നവർ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആട്ടോ പോകാറില്ലേ. അവിടുത്തെ വെള്ളം ഉണ്ട്, നല്ല കണ്ണീര് പോലെയുള്ള വെള്ളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. പക്ഷെ മഴക്കാലത്ത് വരുവാണെങ്കിൽ കുറേ കൂടി അടിപൊളിയാണ്, കാരണം നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. എൻ്റെ അപ്പം ഈ കയറി പോകുന്ന സ്റ്റെപ്പെല്ലാം ഫുഡ് വർക്കോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ അവിടെയായിട്ട് ഈ നമ്മുടെ ഈശോയുടെ ചരിത്രങ്ങൾ ഇറങ്ങുന്ന കുറച്ച് രൂപക്കൂടുകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ കൂടി അങ്ങോട്ട് കയറിയിട്ട് ഈ ഇടത് സൈഡിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ മുകളിൽ സ്കൂളും ഉണ്ട് കേട്ടോ. ആ സ്കൂളിലാണ് എൻ്റെ കൂടെ വന്ന് ജിജിമോൻ ചേട്ടനൊക്കെ പഠിച്ചത്. അപ്പോൾ അതാണ്ട് അവിടെ നല്ല രസമായിട്ട് അത് അടുത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഉള്ളിലൊരു സങ്കടം ഉണ്ടാക്കുന്നെങ്കിലും അല്ലാതെ ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൂടെ നല്ല കണ്ണീര് പോലെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ വഴി പോകുന്നവർ സ്വന്തമായിട്ട് വണ്ടിയുള്ളവരൊക്കെ അവിടെ നിന്ന് നിർത്തി അതൊക്കെ കണ്ടിട്ടൊക്കെ പോകാറുള്ളത്. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. കയറിപ്പോയെന്ന് വെച്ചാൽ ചേട്ടായി കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടാട്ടോ കയറിപ്പോയത്. അവിടെ ചെന്ന് കുറച്ച് നേരം ഞാനിങ്ങനെ സമാധാനത്തിലൊന്ന് നിന്നു. അവിടെ നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ അതെന്താ അവിടെ ചെന്ന് സ്ഥലം ഉണ്ടോ നോക്കിയതാണോ ചോദിച്ചു. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചല്ല ഉള്ളിൽ പ്രാർത്ഥിച്ചു കേട്ടോ ഞാൻ. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ശില്പം കേട്ടോ, ഇത് ഭയങ്കര രസമാണ് കാണാൻ. ഇത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മൈക്കലാഞ്ചലോ വെണ്ണക്കല്ല് കുത്തി പിയാത്തയുടെ തനിപ്പകർപ്പ് ഇത് കോൺക്രീറ്റ് ചെയ്തതാണെന്ന് പറയുന്നത്. പക്ഷേ അത് ഭയങ്കര അടിപൊളി ശില്പം കേട്ടോ. ഇതിന് എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളിത് കോട്ടയൊക്കെ പോകുന്ന റൂട്ട് അതുവഴി വണ്ടിയിൽ ബസ്സിലൊക്കെ പോയാൽ നമ്മളെ ഈ ശില്പം ഭയങ്കരമായിട്ട് ആകർഷിക്കും. ഭയങ്കര സമാധാനപരമായിട്ട് എന്തോ ഒരു ആകർഷണം തോന്നുന്ന അടിപൊളിയായിട്ടൊരു ശില്പം തന്നെ കേട്ടോ അത്. അതിനെ തൊട്ട് ചേർന്നാണ് നമ്മുടെ ഈ പള്ളി. അതും ഈ ആകാശമായിട്ടും ഈ ഭൂമിയായിട്ടൊക്കെ ഇങ്ങനെ, ഭൂമിയല്ല റോഡുമായിട്ടൊക്കെ ഒരു ഇത് വരുന്നുണ്ട്, നല്ല ഭംഗിയാട്ടോ. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറിപ്പോൾ ഞാൻ ഭയങ്കര ഉച്ച വെയിലത്താണ് വന്നത്. മാത്രമല്ല അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉച്ചയ്ക്കാണ് വന്നത്. അപ്പം താഴേക്ക് ആളുകൾ വണ്ടിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഓരോ സൈഡിലായിട്ടും ഈ യേശുവിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്ന കുറച്ച് രൂപക്കൂടുകളും അതിൻ്റെ വചനങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മളിങ്ങനെ അത് കണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറിപ്പോയത്. അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ പള്ളിയിലോട്ട് നോക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മുമ്പൊരിക്കലും ഞാനിവിടെ വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും നല്ല വെയിലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ക്യാമറയിലൊന്നും കാണുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ കയറി, അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ വന്ന് നിന്നിട്ട് രൂപക്കൂട്ടിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് ജിജിമോൻ ചേട്ടൻ പറയായിരുന്നു, തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്, അവിടെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചേട്ടായി എൻ്റെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തൊക്കെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവിടെ അങ്ങേ അറ്റത്തൊരു മലയിലൊരു പള്ളിയുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നല്ല ചെറിയൊരു തണലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ നടന്നു. കുറച്ചൊക്കെ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് നടന്നിട്ട് പിന്നെ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ജിജിമോൻ ചേട്ടനുണ്ട് നേർച്ച ഉള്ളതുപോലെ അവിടെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുമ്പം ഇപ്പുറ സൈഡിലുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും പറയുന്ന ഒരുപാട് രൂപക്കൂടുകളിലിങ്ങനെ
യേശുപ്പച്ചനും മാതാവും അങ്ങനെ അവരൊക്കെ ആയിട്ടുള്ളൊരു രൂപക്കൂടുകളുണ്ട്. അപ്പം ദേ അങ്ങ് അറ്റത്ത് കാണുന്ന മല ഉണ്ടാണ്, അതാണ് തിരുരക്തമല. അത് 14 കുരിശിൻ്റെ വഴി പോലെ ഇങ്ങനെ നിന്നിട്ട് ഏറ്റവും ടോപ്പിൽ ചെല്ലണം. അത് ഞാൻ പിന്നെ ഒരു ദിവസം പോകാം കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ നല്ലപോലെ ഇതെല്ലാം കണ്ട് വെയിലായത് കാരണം എനിക്ക് ക്യാമറയിൽ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ താഴോട്ടിറങ്ങി വന്ന് എന്ത് രസമാണെന്നറിയാം. അതുവഴി വരുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ പള്ളി ഭയങ്കരമായിട്ടും ആകർഷിച്ച് നിൽക്കുന്നൊരു പള്ളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മളിങ്ങ് എത്തിയിട്ട് പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു ആകർഷണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ശില്പം അറിയാതെ നോക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒന്നുകൂടി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആ പള്ളി ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന പോലെ തോന്നും, മേഘത്തിലൊക്കെ തട്ടി നിൽക്കുന്ന പോലെ. കുരിശും ഇപ്പുറത്തെ ആ ഒരു പ്രതിമയെല്ലാം കൂടെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നല്ല ഭംഗിയില്ലേ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് തിരുരക്തമല കേട്ടോ. ഇത് ഇന്നിപ്പോൾ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിട്ട് ഇത് വേറെ ദിവസം ഞാൻ വന്നെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് ബാക്കി വീഡിയോ ഉണ്ട്, അത് ഞാൻ പിന്നെ ഇട്ടേക്കാവേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.